കൊല്ലത്ത് പാല് തലയിലൂടെ ഒഴിച്ച് കർഷകന്റെ പ്രതിഷേധം. തന്റെ പശുവിന്റെ പാല് മാത്രം പിരിഞ്ഞു പോകുന്നുവെന്ന സൊസൈറ്റിയുടെ വിചിത്രവാദത്തിനെതിരെയാണ് കർഷകന്റെ പ്രതിഷേധം. കർഷകനായ വിഷ്ണുവാണ് പ്രതിഷേധിച്ചത്. സൊസൈറ്റിയുടെ പ്രതികരണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെയാണ് വിഷ്ണു സൊസൈറ്റിയിലെത്തി പാല് തലയിലൂടെ ഒഴിച്ച് പ്രതിഷേധിച്ചത്. അത്ര വിഷമുണ്ട് എനിക്ക്. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്, എന്നെ ദ്രോഹിക്കുകയാണ്. പരവൂര് നെടുങ്കോലെ കൂനേൽ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തരങ്ങള്, മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ SNF ഇല്ല, റീഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടിരുന്ന പാലിനെല്ലാം വിലയുണ്ട്. ഞങ്ങൾ 7 മണിക്ക് കൊണ്ടിരുന്ന പാലിന് വിലയില്ല. എന്തോ വേണം നിങ്ങൾ തന്നെ പറ. ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് ഈ 10-27 വയസ്സുള്ള ഞാൻ ഈ കറന്നുകൊണ്ടിരുന്ന പാലിന് എന്താ കുഴപ്പം? ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഈ വിഷ്ണു നൽകുന്ന പാല് മാത്രം സൊസൈറ്റി മറ്റ് പല കാരണങ്ങൾ പറഞ്ഞ് അവർ എടുക്കുന്നില്ല. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണോ ഇപ്പോൾ ഇങ്ങനെ തലയിലൂടെ പാലൊഴിച്ച് പ്രതിഷേധിച്ചത് വിഷ്ണു? അതിന് എന്താണ് ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് കാരണമായി പറയുന്നത്? ഏകദേശം 5-6 വർഷമായി ഇത്തരത്തിൽ ക്ഷീര കർഷകനാണ് ഈ പ്രതിഷേധിച്ചിരിക്കുന്ന വിഷ്ണു. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു യുവ കർഷകനായി തുടങ്ങി. പശുവിനെ വാങ്ങി അത് പാൽ കറന്ന് വിൽക്കുന്നു. ഒപ്പം തന്നെ പശുവിനെയൊക്കെ കച്ചവടം നടത്തുകയും ചെയ്യുന്നുണ്ട്. 5 വർഷത്തിലധികമായി ഇതേ സൊസൈറ്റിയിൽ തന്നെ പാൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ 1 വർഷത്തോളമായിട്ട് മാത്രമാണ് ഇത്തരത്തിലൊരു പരാതി ഉയരുന്നത് എന്നുള്ളൊരു കാര്യമാണ് വിഷ്ണു പറയുന്നത്. അതായത് അവിടെ ഒരു ഭരണസമിതി മാറി വരികയും പ്രസിഡന്റൊക്കെ മാറി വന്നതോടുകൂടെ തന്നെ മാത്രം ഈ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പറയുന്നു. ചില സമയങ്ങളിൽ കൊണ്ടുവരുന്ന സമയത്ത് പാൽ മോശമാണ്, പിരിഞ്ഞു പോയെന്ന് പറയും. കുറച്ചുനാൾ താൻ പരാതി പറയുമ്പോൾ വീണ്ടും പ്രശ്നമില്ലാതെ വരുന്നു. പക്ഷെ വീണ്ടും ഇത്തരത്തിൽ പരാതി വരുന്നു. ഇപ്പോൾ ഇന്ന് ഈ പ്രതിഷേധത്തിന്റെ ഒരു പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം ഇയാളുടെ ഭാര്യയായിരുന്നു അവിടെ പാലുമായി എത്തിയിരുന്നത്. ആ സമയത്ത് പാൽ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു പാൽ സൊസൈറ്റിയിൽ നിന്നും പറഞ്ഞത്. തുടർന്ന് ഇന്ന് രാവിലെ വിഷ്ണു തന്നെ എത്തുകയും അവിടെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. വിഷ്ണുവോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുൻപൊക്കെ തന്നെ വിഷ്ണു കൊണ്ടുവരുന്ന പാൽ, അതായത് നല്ല പാലായിരുന്നു, പക്ഷെ അത് മറ്റു പലരുടെയും പേരിൽ ഇത്തരത്തിൽ രസീത് എഴുതുമായിരുന്നു. അതിനെയൊക്കെ തന്നെ വിഷ്ണു ചോദ്യം ചെയ്തതിലുള്ള ഒരു പ്രതികാരം എന്നോണമാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പാൽ സൊസൈറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ, വിഷ്ണു കൊണ്ടുവരുന്ന പാൽ അത് അത്രത്തോളം ക്വാളിറ്റി ഉള്ളതല്ല, അത് മറ്റു പാലിനോട് ചേരുന്ന സമയത്ത് തന്നെ അത് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു പ്രശ്നത്തിൽ പാൽ സൊസൈറ്റിക്ക് ഏകദേശം 15,000 രൂപയുടെ നഷ്ടമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് പരവൂർ പോലീസിൽ ഒരു പരാതി നൽകിയതായാലും വിഷ്ണു തന്നെ പറയുന്നുണ്ട്. വിഷ്ണുവിന് അവിടെ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് പരവൂർ പോലീസിൽ വാക്കാൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. വിഷ്ണുവിൻ ഒരു ക്ഷീര കർഷകനാണ്, ഒരു യുവ കർഷകനാണ്. വിഷ്ണുവിന്റെ പരാതി അഡ്രസ് ചെയ്യണം. ഒപ്പം തന്നെ പാൽ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ടെങ്കിൽ അതും പരിശോധന നടത്തേണ്ടതാണ്. ക്ഷീരവകുപ്പിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായ ചോദ്യമില്ലേ? അതെ, അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 5 വർഷത്തോളമായി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ കുറച്ചു നാളമായി താൻ ഇവിടുത്തെ കുറച്ച് കള്ളത്തരങ്ങൾ കണ്ടെത്തുകയും അത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് വിഷ്ണു പറയുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധന നടത്തേണ്ടതാണ്. കാര്യം താൻ കൊണ്ടുവരുന്ന പാല് തന്നെ മറ്റു പല ആളുകളുടെയും പേരിൽ, ഈ നേരത്തെ അയാൾ ആ വീഡിയോയിൽ തന്നെ ചിലരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്, മറ്റാളുകളുടെയൊക്കെ പേരിൽ രസീത് എഴുതി മാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് താൻ കണ്ടെത്തിയതിനു ശേഷം അത് കൃത്യമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി എന്നോണം ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. താൻ അവിടെ നിന്ന് കൂടുതൽ പരാതി പറയുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ പരാതി, അതായത് താൻ കൊണ്ടുവരുന്ന പാൽ വളരെ മോശമാണെന്നുള്ള രീതിയിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഭാര്യയിൽ നിന്നും പാൽ പോലും സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടുകൂടെയാണ് മറ്റു വഴികളില്ലാതെ ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. അതിൽ അന്വേഷണം വേണം എന്നുള്ള ഒരു കാര്യവും വിഷ്ണു ആവശ്യപ്പെടുന്നുണ്ട്. സൊസൈറ്റിയുടെ ഒരു പ്രതികാര നടപടിയാണ് എന്നതാണ് വിഷ്ണു ഉന്നയിക്കുന്നത്. പാല് തലയിലൂടെ ഒഴിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. വിവരങ്ങളാണ് ലിജോ റോളൻസ് നൽകി.